നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇറാനിൽ ഇനി ആരും ഒരുപക്ഷെ ഉണ്ടാകില്ല. ഇറാൻ ലോകത്തു നിന്നും അപ്രത്യക്ഷമാകാൻ പോകുന്നു. മണിക്കൂറുകൾ മാത്രം ബാക്കി. അങ്ങനെ ലോകം ഉറ്റുനോക്കുമ്പോഴാണ് ഇറാനിൽ വൻ സ്ഫോടന ശബ്ദം കേൾക്കുന്നത്. ഭൂമി കുലുങ്ങി വിറയ്ക്കുന്നു. കെട്ടിടങ്ങൾ നിലം പതിക്കുന്ന തരത്തിൽ വിറയ്ക്കുകയാണ്. ഹോർമോസ് കടലിടുക്ക് തുറക്കാൻ താൻ നൽകിയ അന്ത്യശാസനം കാറ്റിൽ പറത്തിയ ഇറാനെതിരെ രൂക്ഷമായി പ്രതികരിച്ച US പ്രസിഡന്റ് ട്രംപ്. ഇതിന് പിന്നാലെ ഇറാനിൽ കനത്ത വ്യോമാക്രമണം ഉണ്ടായി. ടെഹ്റാനിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ ജനവാസ മേഖലകളിൽ വലിയ നാശനഷ്ടം ഉണ്ടായെന്നാണ് റിപ്പോർട്ട്. മൊഹറാബാദ് രാജ്യാന്തര വിമാനത്താവളത്തിനടുത്തും കറാജിയിലും ആക്രമണം ഉണ്ടായതായി റിപ്പോർട്ടുണ്ട്. അന്ത്യശാസനത്തിലെ സമയം കഴിഞ്ഞ് 4 മണിക്കൂറിനുള്ളിൽ ശിലായുഗത്തെ ഭൂമി പോലെ ഇറാനെ മാറ്റുമെന്നാണ് ട്രംപിന്റെ ഭീഷണി. ആദ്യം പാലങ്ങളെല്ലാം തകർക്കുമെന്നും പിന്നാലെ ഊർജ്ജ നിലയങ്ങളെ എന്നേക്കുമായി നശിപ്പിക്കുമെന്നും ഒറ്റ രാത്രി കൊണ്ട് ഇറാൻ ഇല്ലാതെയാക്കുമെന്നുമാണ് ട്രംപ് ഭീഷണി മുഴക്കിയിരിക്കുന്നത്. ഇറാനിൽ നിന്നുള്ള 7 ബാലിസ്റ്റിക് മിസൈലുകളെ തകർത്തുവെന്ന് സൗദി അവകാശപ്പെട്ടു. അവശിഷ്ടങ്ങൾ ഊർജ്ജ കേന്ദ്രങ്ങൾക്ക് സമീപം പതിച്ചുവെന്നും സൗദി പ്രതിരോധ മന്ത്രാലയം പറയുന്നു. മിസൈൽ ആക്രമണം ഉണ്ടായേക്കാമെന്നും സുരക്ഷിത സ്ഥാനങ്ങളിൽ കഴിയണമെന്നും ബഹ്റൈനിൽ മുന്നറിയിപ്പുണ്ട്. ഇറാനിൽ നിന്നുള്ള ആക്രമണങ്ങളെ ചെറുക്കുകയാണ് എന്ന് UAEയും പ്രതികരിച്ചു. അതിനിടെ കുവൈത്തിൽ ഇറാൻ നടത്തിയ ആക്രമണത്തിൽ 15 അമേരിക്കൻ സൈനികർക്ക് പരിക്കേറ്റതായി റിപ്പോർട്ടുകളുണ്ട്. കുവൈറ്റിലെ അലി അൽ സലേം വ്യോമതാവളത്തിലാണ് ആക്രമണം ഉണ്ടായതെന്ന് അൽ ജസീറ റിപ്പോർട്ട് ചെയ്യുന്നു. ട്രംപ് ഏതോ മായിക ലോകത്താണെന്നും അമേരിക്കയ്ക്കേറ്റ കളങ്കവും അപമാനവും നീക്കാൻ ഈ ജൽപ്പനങ്ങൾക്ക് കഴിയില്ലെന്നും ഇറാൻ സൈന്യം പരസ്യമായി തന്നെ പരിഹസിച്ചു. പശ്ചിമേഷ്യയിൽ US ഇസ്രായേൽ സഖ്യവും ഇറാനും തമ്മിലുള്ള സൈനിക നയതന്ത്ര പോരാട്ടം പുതിയൊരു വഴിത്തിരിവിലേക്ക് നീങ്ങുകയാണ്. ഇറാനിൽ തകർന്നു വീണ അമേരിക്കൻ F-15E പോർ വിമാനത്തിലെ വൈമാനികരെ രക്ഷപ്പെടുത്താൻ US നടത്തിയ രഹസ്യ സൈനിക നീക്കം കേവലം ഒരു രക്ഷാദൗത്യമായിരുന്നോ അതോ ഇറാന്റെ ആണവ രഹസ്യങ്ങൾ കൈക്കലാക്കാനുള്ള പുകമറയായിരുന്നോ എന്ന തർക്കം ഇപ്പോൾ ആഗോളതലത്തിൽ വലിയ ചർച്ചയായിരിക്കുകയാണ്. ഈ സൈനിക നീക്കത്തെ രണ്ടാം തബാസ് എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് അമേരിക്കയ്ക്കെതിരെ കടുത്ത ആരോപണവുമായാണ് ഇറാൻ രംഗത്തെത്തിയിരിക്കുന്നത്. കഴിഞ്ഞ വെള്ളിയാഴ്ച ഇറാനിലെ ഗോഗിലോയെ ബോയോറാമദ് പ്രവിശ്യയിലെ മലനിരകളിൽ വെച്ചാണ് അമേരിക്കയുടെ F-15E യുദ്ധവിമാനം ഇറാൻ സൈന്യമായ IRGC വെടിവെച്ചിട്ടത്. വിമാനത്തിലുണ്ടായിരുന്ന പൈലറ്റിനെ അന്ന് തന്നെ രക്ഷപ്പെടുത്തിയെങ്കിലും രണ്ടാമത്തെ ഉദ്യോഗസ്ഥനായ വെപ്പൺ സിസ്റ്റംസ് ഓഫീസറെ WSOയെ കണ്ടെത്താൻ 48 മണിക്കൂർ നീണ്ട വലിയ തെരച്ചിൽ USന് നടത്തേണ്ടി വന്നു. സ്വന്തം സൈനികന്റെ ജീവൻ രക്ഷിക്കാനും സൈനിക രഹസ്യങ്ങൾ ശത്രുക്കൾക്ക് ലഭിക്കാതിരിക്കാനുമായി തകർന്ന വിമാനം ബോംബ് വെച്ച് നശിപ്പിച്ചതായും US വ്യക്തമാക്കി. സമീപകാലത്ത് US സൈന്യം നടത്തിയ ഏറ്റവും ധീരമായ പ്രവർത്തനമാണിതെന്ന് പ്രസിഡന്റ് ട്രംപ് അവകാശപ്പെടുന്നു. ഒരു വൈമാനികനെ രക്ഷിക്കാൻ സ്വന്തം വിമാനം പോലും തകർക്കാൻ മടിക്കാത്ത അമേരിക്കൻ നിലപാടിനെ വൈറ്റ് ഹൗസ് പുകഴ്ത്തുകയും ചെയ്തു. എന്നാൽ അമേരിക്കയുടെ ഈ അവകാശവാദങ്ങളെ പൂർണ്ണമായും തള്ളിക്കളയുന്ന നിലപാടാണ് ഇറാൻ സ്വീകരിച്ചത്. ഈ സൈനിക നടപടി വെറും ഒരു പുകമറയായിരുന്നുവെന്നും ഇറാന്റെ പക്കലുള്ള 60% സമ്പുഷ്ടീകരിച്ച യുറേനിയം കടത്താനുള്ള രഹസ്യ നീക്കമായിരുന്നു ഇതെന്നുമാണ് ഇറാൻ വിദേശകാര്യ മന്ത്രാലയം ആരോപിക്കുന്നത്. ഇസ്ഫഹാനിലെ ആണവ നിലയത്തിൽ നിന്ന് ഏകദേശം 400 പൗണ്ടിലധികം യുറേനിയം കൈക്കലാക്കിയതായിരുന്നു അമേരിക്കയുടെ പദ്ധതിയെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഇസ്മായിൽ ബാഗായി തിങ്കളാഴ്ച അറിയിച്ചു. വൈമാനികൻ ഒളിച്ചിരിക്കുന്നു എന്ന് US അവകാശപ്പെട്ട പ്രദേശം യഥാർത്ഥത്തിൽ അമേരിക്കൻ സൈനിക വിമാനം ഇറങ്ങിയ ഇസ്ഫഹാന്റെ തെക്കൻ മേഖലയിൽ നിന്ന് ഏറെ അകലെയാണ് എന്ന് ഇറാൻ ചൂണ്ടിക്കാട്ടുന്നു. വെറും 2 പേരെ രക്ഷിക്കാൻ 100-ലധികം സൈനികരെയും വൻതോതിലുള്ള വിമാനങ്ങളെയും ഉപയോഗിച്ച അസ്വാഭാവികമാണ് എന്നും അവർ നിരീക്ഷിക്കുന്നു. 1980-ൽ ഇറാനിലെ അമേരിക്കൻ എംബസിയിൽ ഉണ്ടായിരുന്ന ബന്ദികളെ രക്ഷിക്കാൻ നടത്തി പരാജയപ്പെട്ട ഓപ്പറേഷൻ തയോസ് പോലെ ഈ ദൗത്യവും അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ദുരന്തവും നാണക്കേടുമാണ് എന്ന് ഇസ്മായിൽ ബഗായി പരിഹസിച്ചു. ഈ സംഭവത്തിന് പിന്നാലെ അമേരിക്കൻ കരസേനാ മേധാവി ജനറൽ റാണ്ടി ജോർജിനെ പെട്ടെന്ന് പദവിയിൽ നിന്ന് നീക്കിയത് വിവാദങ്ങൾക്ക് ആക്കം കൂട്ടിയിട്ടുണ്ട്. ഇറാനിലെ യുറേനിയം പിടിച്ചെടുക്കാനുള്ള ട്രംപ് ഭരണകൂടത്തിന്റെ നീക്കത്തെ അദ്ദേഹം എതിർത്താണ് പുറത്താക്കാൻ കാരണമെന്ന ഗൂഢാലോചന സിദ്ധാന്തങ്ങൾ ഇപ്പോൾ US തന്നെ പ്രചരിക്കുന്നുണ്ട്. ഇത് വൈറ്റ് ഹൗസിനെ വലിയ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ്. ദൗത്യം പരാജയപ്പെട്ടതോടെ തെളിവുകൾ നശിപ്പിക്കാനായി അമേരിക്ക സ്വന്തം വിമാനങ്ങൾ തന്നെ ബോംബിട്ട് തകർക്കുകയായിരുന്നു എന്നാണ് ആരോപണം.
ഒരു സാധാരണ തിരച്ചിൽ ദൗത്യത്തിന് പകരം ഇത്രയും വലിയ സന്നാഹങ്ങൾ ഒരുക്കിയത് സംശയകരമാണ് എന്ന് ചിലർ നിരീക്ഷിക്കുന്നു. ഇതേസമയം തന്നെ അമേരിക്കൻ കരസേനാ മേധാവി ജനറൽ റാണ്ടി ജോർജിനെ പെട്ടെന്ന് പദവിയിൽ നിന്ന് നീക്കിയതും ഈ വിവാദങ്ങളുമായി ബന്ധപ്പെട്ടതാണ് എന്ന് പറയപ്പെടുന്നു. ഇറാനിലെ യുറേനിയം പിടിച്ചെടുക്കാനുള്ള ട്രംപ് ഭരണകൂടത്തിന്റെ നീക്കത്തെ അദ്ദേഹം എതിർത്തതാണ് പുറത്താക്കാൻ കാരണമെന്നാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന റിപ്പോർട്ടുകൾ. എന്നാൽ ഇതിന് പെന്റഗൺ ഔദ്യോഗിക സ്ഥിരീകരണം നൽകിയിട്ടില്ല. ആരോപണങ്ങൾക്ക് ഔദ്യോഗികമായ സ്ഥിരീകരണങ്ങൾ ഒന്നുമില്ലെങ്കിലും വൈറ്റ് ഹൌസിന്റെ പെന്റഗണിന്റെ വിശദീകരണങ്ങളെ ലോകം സംശയത്തോടു കൂടിയാണ് നോക്കിക്കാണുന്നത്. സൈനിക സംഘർഷങ്ങൾക്കിടയിലും നയതന്ത്ര ചർച്ചകൾക്കുള്ള സാധ്യത ഇറാൻ പൂർണ്ണമായും തള്ളിക്കളയുന്നില്ല. അമേരിക്കയുടെ 15 പദ്ധതി അപ്രായോഗികമാണ് എന്നും താൽക്കാലിക വെടിനിർത്തൽ അംഗീകരിക്കാനാവില്ല എന്നും ഇറാൻ വിദേശകാര്യ മന്ത്രാലയം പുറത്തുവിട്ട പ്രസ്താവനയിൽ വ്യക്തമാക്കി. തങ്ങളുടെ താൽപര്യങ്ങളെ മുൻനിർത്തിയുള്ള മറുപടിക്ക് ഇറാൻ അന്തിമ രൂപം നൽകിയിട്ടുണ്ടെന്നും ഉചിതമായ സമയത്ത് അവ പ്രഖ്യാപിക്കുമെന്നും വിദേശകാര്യ മന്ത്രാലയം വക്താവ് ഇസ്മായിൽ ബംഗാർ തിങ്കളാഴ്ച അറിയിച്ചു. ഞങ്ങളുടെ സ്വന്തം താൽപര്യങ്ങളും പരിഗണനകളും അടിസ്ഥാനമാക്കി ഞങ്ങൾ തങ്ങളുടെ ആവശ്യങ്ങൾ ക്രോഡീകരിച്ചിട്ടുണ്ട്. ആവശ്യമെന്ന് തോന്നുന്ന ഘട്ടത്തിൽ ഇറാൻ അവരുടെ നിലപാട് അറിയിക്കും എന്നാണ് ബഗായി പറയുന്നത്. നിലവിലുള്ള സംഘർഷം അവസാനിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ള അമേരിക്കയുടെ പിന്തുണയോടെയുള്ള 15 പദ്ധതി എന്നറിയപ്പെടുന്ന നിർദ്ദേശങ്ങൾ സംബന്ധിച്ച ചർച്ചകൾ നടക്കുന്നു എന്ന വാർത്തകൾ വരുന്നതിനിടയിലാണ് ഇറാൻ നിലപാട് വ്യക്തമാക്കിയത്. US മുന്നോട്ട് വെച്ചിട്ടുള്ള നിർദ്ദേശങ്ങൾ അങ്ങേയറ്റം അതിമോഹപരവും അസാധാരണവും യുക്തിരഹിതവുമാണ് എന്നാണ് ബഗായി വിശേഷിപ്പിക്കുന്നത്. നിലവിലെ രൂപത്തിൽ ഈ ചട്ടക്കൂട് ഇറാൻ സ്വീകരിക്കാൻ സാധ്യതയില്ല എന്നും അദ്ദേഹം സൂചന നൽകി. മധ്യസ്ഥരുമായുള്ള ഇറാന്റെ ഇടപഴകൽ ദുർബലമാണ് എന്ന വാദങ്ങളും അദ്ദേഹം തള്ളി. ഞങ്ങളുടെ കാഴ്ചപ്പാടുകൾ വേഗത്തിലും വ്യക്തമായും അവതരിപ്പിക്കുന്നത് കീഴടങ്ങലിലെ അടയാളമായി കണക്കാക്കരുത് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇറാനിലെ ആണവ കേന്ദ്രങ്ങളിൽ ലക്ഷ്യം വെച്ചുള്ള നീക്കങ്ങൾ അമേരിക്ക തുടരുകയാണെങ്കിൽ അത് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന മുന്നറിയിപ്പാണ് ടെഹ്റാൻ നൽകുന്നത്. നയതന്ത്രപരമായ മറുപടി ഇറാൻ അന്തിമ രൂപം നൽകിയിട്ടുണ്ടെന്നും ഉചിതമായ സമയത്ത് അത് പ്രഖ്യാപിക്കുമെന്നും അറിയിച്ചതോടെ പശ്ചിമേഷ്യയിലെ സംഘർഷം കൂടുതൽ സങ്കീർണമായ തലത്തിലേക്ക് നീങ്ങുകയാണ് എന്ന് വ്യക്തമാവുകയാണ്. കാത്തിരുന്ന് തന്നെ കാണാം എന്തായിരിക്കും ട്രംപിന്റെ വലിയ നീക്കമെന്ന്.